ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ ധ്യാന ചിന്തയ്ക്കായി 17-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. 17-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തലവാചകത്തിൽ കാണുന്നുണ്ട്. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ തൻ്റെ എതിരാളിയിൽ നിന്ന് ഒരു നീതി തനിക്ക് ലഭിക്കണം. ദൈവത്തെ ന്യായാധിപനായി വെച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ ആ ന്യായാധിപൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒരു രാജ്യത്തിന് നിയമമനുസരിച്ച് ചെറിയ കോടതികളുണ്ട്. സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു വലിയ കോടതിയുണ്ട്. തൻ്റെ എതിരാളി ഇവിടെ ശൗലാകണമെന്ന് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ യഥാർത്ഥമായും തനിക്കൊരു നീതി ലഭിക്കേണ്ടത് ശൗൽ രാജാവിൻ്റെ പക്കൽ നിന്ന്. പക്ഷെ ഇവിടെ തൻ്റെ എതിരാളി അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്ന, തന്നെ കൊന്നുകളയാൻ ശ്രമിക്കുന്ന, തന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന വ്യക്തി രാജാവ്. എന്ന് വെച്ചാൽ എവിടെ നിന്ന് നീതി വരണോ അവിടെയാണ് ആ വ്യക്തിയാണ് തൻ്റെ എതിരാളിയായി നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ജഡ്ജിയില്ല, അതിൻ്റെ അപ്പുറത്തൊരു നീതിയില്ല. അപ്പോൾ സർവ നീതിയുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നീതിക്കായി അപേക്ഷിക്കുന്ന ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദാവീദ് ഇവിടെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, എൻ്റെ നീതി, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നിന്റെ മുഖത്ത് നിന്ന് എനിക്ക് ലഭിക്കും. 2, പ്രൈസ് ലോർഡ്, എനിക്കത് തൃപ്തിയുള്ള ഒരു വിധിയായിരിക്കും. അപ്പോൾ ഒരു വിധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അത് ദൈവത്തിൽ നിന്ന് വരണം. കാരണം യഥാർത്ഥമായും ശൗലിൽ നിന്നാണ് തനിക്ക് വിധി വരേണ്ടത്. ഇവിടെ ശൗൽ തൻ്റെ എതിരാളിയായി നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, നീതിമാനായ അങ്ങയിൽ നിന്ന് എനിക്ക് ആ വിധി വരണം. 2, ആ വിധി എനിക്ക് തൃപ്തിയുള്ള വിധിയായിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒന്നുകൂടെ ഇതിനകത്ത് സ്തോത്രം ചേർത്തു പറഞ്ഞാൽ, മനുഷ്യനെല്ലാം തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കുന്ന ആൾക്കാർ. തൃപ്തിയില്ല, ഒന്നിനും തൃപ്തിയില്ല. ഇവിടെ ശൗലിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ശൗലിന് രാജ്യത്വം കയ്യിലുണ്ട്. ശൗലിൻ്റെ ജീവിതത്തിൽ രാജാവിൻ്റെ എല്ലാ ആഡംബരങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്. ദാവീദിനെ പോലെ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഒരുവൻ്റെ പുറകെ പോകേണ്ട ഒരാവശ്യവും ശൗലിനില്ല. അപ്പോൾ ആ ദാവീദിനെ കൂടെ കൊന്നുകളയുവാൻ വേണ്ടി പുറകെ നടക്കുക. അപ്പോൾ ശൗലിന് തനിക്ക് കിട്ടിയതിൽ ഒന്നും ശൗൽ തൃപ്തനല്ല. മനുഷ്യൻ്റെ ജീവിതം നമ്മെ അതാ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് രാജാവ് മന്ത്രി പദവി കൊടുത്തു. 127 സംസ്ഥാനത്തിൻ്റെ ഉന്നത പദവിയിൽ ഹാമാനായിട്ടും കേവലം വാതിൽ കാവൽക്കാരനായിരിക്കുന്ന മൊർദെഖായിയെ കാണുമ്പം അവനൊരു സംതൃപ്തിയില്ല. രാജകീയ ഉന്നതകരമായ പദവികൾ ലഭിച്ചിട്ടും ഒരു മൊർദെഖായിയെ കൂടെ കൊന്നുകളയാൻ തക്കവണ്ണം
അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന വൈകാരിക തലം നോക്കിക്കേ. തൃപ്തിയില്ലാത്ത മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. കാട്ടിൽ ആടിനെ മേയിച്ച് കാട്ടിൽ കൂടെ നടക്കുന്ന ഒരു ദാവീദിനെ കണ്ടിട്ട് രാജാവായിരിക്കുന്നതിൽ ശൗലിന് തൃപ്തിയില്ല. അവനെ കൊന്നുകളയണം, അവൻ്റെ പുറകെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. രാജാവിൻ്റെ അടുത്തയാളും മന്ത്രി പദവിയിലും എത്തിയ ഉന്നത അധികാരങ്ങളുള്ള എല്ലാം രാജാവിൻ്റെ മനസ്സ് ഹാമാനോട് യോജിച്ചിരിക്കുമ്പോഴും ഹാമാന് തൃപ്തിയില്ല. മൊർദെഖായിയെ കൊല്ലണം, അതാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും തൃപ്തിയില്ലാതെ അലയുക. പ്രൈസ് ലോർഡ്. അനേക ആളുകളെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പറയുന്ന തൻ്റെ എതിരാളികളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ലോകത്തെ സ്നേഹിച്ച് അവർ എന്നെ വിട്ടുപോയെന്ന്. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട്? തൃപ്തിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ടും തൃപ്തിയില്ലാതെ പോകുന്ന ആളുകൾ. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ ദൈവമക്കളെ. എത്ര ലഭിച്ചാലും തൃപ്തിയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ കാനഡയും മറ്റ് പല സ്ഥലങ്ങളെയും കൂടെ തങ്ങളോട് യോജിപ്പിക്കാൻ ശ്രമിക്കും. ചൈന അത്രയും വിശാലമായ ഒരു രാജ്യമാണ്. അവർ മറ്റ് ചില ചെറിയ രാജ്യങ്ങളെ കൂടെ തങ്ങളിലേക്ക് തങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്നു. എല്ലാം കൈപ്പിടിയിലായാലും പിന്നെയും ആഗ്രഹിക്കുന്ന മനസ്സ്. പ്രൈസ് ലോർഡ്. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി കടലിനെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു. അപ്പോൾ എത്ര കീഴടക്കിയിട്ടും വീണ്ടും കടലിനെ നോക്കി അതും കൂടി സാമ്രാജ്യമായിരുന്നെങ്കിൽ, ആ തൃപ്തിയില്ലാത്ത മനസ്സിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എൻ്റെ ആരംഭ ചിന്ത. പ്രൈസ് ലോർഡ്. എന്നാൽ ഞാൻ അവിടെ നിർത്തുന്നില്ല. ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായി. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് തൃപ്തി. ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് തൃപ്തി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ അവൻ തൃപ്തി കൊടുക്കുന്ന ദൈവമെന്ന്. പ്രൈസ് ലോർഡ്. സമാധാനം കൊടുക്കുന്ന ദൈവം, സന്തോഷം കൊടുക്കുന്ന ദൈവം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രത്യാശ കൊടുക്കുന്ന ദൈവം. ഇങ്ങനെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്രയോ കാര്യങ്ങൾ ഇതിനകത്ത് പറയാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ സങ്കീർത്തനത്തിൽ നിന്ന് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ സ്തോത്രം തൃപ്തി കൊടുക്കുന്ന ഒരു ദൈവം. ഞാൻ വാക്കുകൾ പറഞ്ഞു മാത്രം ഇടുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, 7 അപ്പവും കുറച്ചു മീനും കർത്താവ് എടുത്ത് വാഴ്ച കൊടുത്തപ്പോൾ 4000 പുരുഷന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, 4000 പുരുഷന്മാർ തിന്ന് തൃപ്തരായെന്ന്. സ്തോത്രം. എൻ്റെ അർത്ഥം അവർ കഴിച്ചാലും സ്തോത്രം അവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുത്തു എന്നുള്ളതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം, അവർ തൃപ്തരായി തീർന്നു. യേശുവിൻ്റെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തൃപ്തി എന്നുള്ളത് പറയാനാണ് ഞാൻ 1-2 വാക്യങ്ങളിലൂടെ പോകുന്നത്. 78-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. ഇത് മിസ്രൈമിൽ സ്തോത്രം നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോയപ്പോൾ അവർ ആ ഇറച്ചിക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. ദൈവം അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് തൃപ്തിയാകും വേണം. സ്തോത്രം, അളവല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, അവർക്ക് തൃപ്തി കൊടുത്തു എന്നതാണ് ഇതിൻ്റെ അകത്തെ പ്രാധാന്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. 132-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്.
നമുക്കറിയാം, ഹല്ലേലൂയ, ദരിദ്രന്മാരെ സംബന്ധിച്ചോളം അവർ വിശപ്പും ദാഹവും കൊണ്ട് പലപ്പോഴും നടക്കുന്നവർ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, സിയോനിൽ ഒരു ദരിദ്രനുണ്ടെങ്കിൽ അവൻ അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. എന്ന് വെച്ചാൽ ദൈവം കൊടുക്കുന്നത് തൃപ്തിയാകും വണ്ണം ആണെന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 81 സങ്കീർത്തനം 16 വാക്യത്തിൽ വായിക്കുന്നത്, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തേൻ കൊടുക്കുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, തൃപ്തി കൊടുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 91 സങ്കീർത്തനം 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് 103 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പം ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്, സ്തോത്രം, തൃപ്തി വരുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം തൃപ്തി വരുത്താൻ കഴിവുള്ളവനായതുകൊണ്ട് അവനവർക്ക് തൃപ്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ശമരിയക്കാരിയ ഒരു സ്ത്രീയെക്കുറിച്ച് അറിയാം. ജഡീക സുഖത്തിൻ്റെ ദാഹം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് അവളെന്ന്, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 5 ഭർത്താക്കന്മാരുണ്ടായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവൾക്ക് തൃപ്തി അവിടെയും വരുന്നില്ല. സ്തോത്രം. 14 യോഹന്നാൻ സുവിശേഷം 4 അധ്യായം 14 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടുത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. യേശു അവളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൾ പറയുന്നത്, എനിക്ക് ഭർത്താവ് ഇല്ല. പക്ഷേ 18 വാക്യത്തിൽ യേശു പറയുന്നത്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവ്. അപ്പം ജഡീക സുഖങ്ങളുടെ പുറകെ നടന്നിട്ടും, ഹല്ലേലൂയ, ദാഹം ശമിക്കാത്ത, തൃപ്തിയില്ലാത്ത ഒരു സ്ത്രീ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പക്ഷേ യേശുവുമായുള്ള സംഭാഷണം, പ്രൈസ് ദി ലോർഡ്, അവളുടെ ജീവിതത്തിൽ സന്തോഷവും നവചൈതന്യവും തൃപ്തിയും കൊടുക്കുന്നു എന്നത്, സ്തോത്രം, ആ സംഭാഷണത്തിൻ്റെ അവസാനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ 42 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, സ്തോത്രം, ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ സ്ത്രീ ചെന്നിട്ട് യേശുവിനെക്കുറിച്ച് സന്തോഷത്തോടെ ശമരിയോട് പറയുന്ന, നോക്കണം, ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നത് ഒരു പക്ഷേങ്കിൽ, സ്തോത്രം, വൈകുന്നേരങ്ങളാണ് വെള്ളം കോരുവാൻ വരേണ്ടത്. അങ്ങനെയാണ്. പക്ഷേങ്കിൽ ആരും കാണാതെ അവൾ വരികയാണ്. സ്തോത്രം. അവൾ ഉൾവലിയുന്ന പെൺകുട്ടിയാണ്. എന്ന് വെച്ചാൽ ആരും അവളെ കാണരുത്, ആളുവരെ അറിയരുത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ പോകുന്ന ഒരു സ്ത്രീയും, എന്നാൽ സ്തോത്രം, ഇവിടെ അവൾ എല്ലാവരാലും ഹല്ലേലൂയ കാണത്തക്ക രീതിയിൽ പട്ടണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നാം മനസ്സിലാക്കണം, അവളുടെ ഉള്ളിൽ ഹല്ലേലൂയ കിട്ടിയത് തൃപ്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തൃപ്തിയുള്ള സ്ത്രീയെ പോലെ യേശുവിനെ കണ്ട് ജീവൻ പ്രാപിച്ച ഒരു പെൺകുട്ടി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കണം, ചുങ്കക്കാരനായ സക്കായിയെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത്, തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ചുങ്കക്കാരിൽ പ്രമാണി, ധനവാനുമായ സക്കായി. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിട്ടും ധനവാനായിട്ടും ഒരു തൃപ്തിയുള്ള മനുഷ്യനായിട്ട് കാണുന്നില്ല. പക്ഷേങ്കിൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വായിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ പറയുന്നുണ്ട്, സ്തോത്രം, അതിൻ്റെ 19:8, ലൂക്കോസ് 19:8 നമ്മൾ കാണുന്നത്, സക്കായി നിന്നുകൊണ്ട് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, ഇവൻ ധനാഢ്യനായത്, ഇവൻ പ്രമാണിയായതൊക്കെ എങ്ങനെയാണ്? ചതിവിലൂടെ, വഞ്ചനയിലൂടെ വാങ്ങിച്ചു കൂട്ടിയതാണ്. ഇതൊന്നും അവനൊരു തൃപ്തി കൊടുക്കുന്നില്ല. ഇവന് തൃപ്തി കൊടുത്തിരുന്നുവെങ്കിൽ, ഇവന് സന്തോഷം, ആ പണം ഇവന് സന്തോഷം കൊടുത്തിരുന്നുവെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരേണ്ട ആവശ്യം ഇവനില്ലായിരുന്നു.
എന്നാൽ സ്തോത്രം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ സ്തോത്രം ഇവൻ ഹല്ലേലൂയ വസ്തുവകകളിൽ താൻ ചതുവായി വാങ്ങിച്ചതും ഹല്ലേലൂയ ആ തെറ്റായി വാങ്ങിച്ചതൊക്കെ മടക്കി കൊടുക്കുമ്പോൾ അവനോട് ദുഃഖത്തിലല്ല, അവിടെ കൊടുക്കുമ്പോൾ അവനവിടെ സന്തോഷത്തിൽ. എന്ന് വെച്ചാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കിട്ടിയത് ഹല്ലേലൂയ സ്തോത്രം ഒരു തൃപ്തിയാണ്. നോക്കണം, ജഡസുഖത്തിൽ പൊക്കൊണ്ടിരുന്ന ആ സ്ത്രീക്ക് യേശുവിനെ കണ്ടപ്പോൾ കിട്ടിയത് ഹല്ലേലൂയ തൃപ്തിയുള്ള മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. പണം ഇഷ്ടംപോലെ പണമുള്ള ധനാഢ്യനായ സക്കായി യേശുവിനെ കണ്ടപ്പോൾ തനിക്കുള്ളതൊക്കെ ഹല്ലേലൂയ സ്തോത്രം അത് ചതുവായി വാങ്ങിച്ചതും വഞ്ചനയായി കിട്ടിയതും എല്ലാം താനത് കൊടുക്കുമ്പോഴും അവൻ്റെ കുടുംബത്തിനകത്ത് വരുന്ന സന്തോഷം കണ്ടോ, അവൻ അതിനകത്തെ സംതൃപ്തി കണ്ടോ. പിന്നെയും വാങ്ങിക്കണമെന്നല്ല, അതെല്ലാം മടക്കി കൊടുക്കുന്ന ഒരു മനസ്സ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കിട്ടുന്നത് ഹല്ലേലൂയ തൃപ്തിയാണ് എന്ന് പറയാന് ഈ പകൽക്കാലം ഞാൻ ആഗ്രഹിച്ചത്. നീതിയുള്ള ന്യായാധിപൻ്റെ മുമ്പിൽ തൻ്റെ കാര്യങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചിട്ട് താൻ പറയുകയാണ്, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ മുഖം കണ്ട്, നിൻ്റെ രൂപം കണ്ട് ഞാൻ തൃപ്തനാകും. നിൻ്റെ മുഖം എനിക്കൊരിക്കലും അത് ദുഃഖത്തിലല്ല, വേദനയിലല്ല, പകരം നിൻ്റെ മുഖം നീതിയിൽ ഞാൻ കാണും. കാരണം എൻ്റെ നീതി നിൻ്റെ പക്കൽ നിന്ന് വന്ന് ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ ആശങ്കകളും ആകുലതകളും മാറി ഞാനൊരു തൃപ്തിയുള്ള മനുഷ്യനാകും. മാത്രമല്ല ദൈവമക്കളെ സ്തോത്രം, ദാവീദ് ഇവിടെ തൻ്റെ ഭാവി മേഖലയെ കൂടെ കണ്ടിട്ടാണ് പറയുന്നത്. ഈ ലോകത്തിൽ പ്രൈസ് ദി ലോർഡ് സമ്പത്ത് കൊണ്ട് വയറ് നിറയ്ക്കുന്ന ഈ ലോകത്തിൻ്റെ ധനാഢ്യന്മാരെയൊക്കെ കണ്ടിട്ട് പറയുകയാണ് സ്തോത്രം, അതെല്ലാം ഈ ആയുസ് കൊണ്ട് തീരും. എന്നാൽ ഞാൻ ഉണരുമ്പോൾ പ്രൈസ് ദി ലോർഡ് അതൊരു ഭാവികാല ചിന്തയും കൂടെയാണ്. ഞാൻ ഉണരും, ഹല്ലേലൂയ, ഇങ്ങനെ ഞാൻ മരിച്ചാലും ഞാൻ ഒരു ദിവസം ഉണരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അരുമനാഥനെ ഞാൻ കണ്ട് തൃപ്തനാകും, ഞാൻ അവനെ പോലെ ആകും. ഇന്ന് പകൽക്കാലം 2 മേഖലയിൽ ഈ വചനം ഞാൻ നിർത്തുന്നു. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ശൗൽ എന്ന രാജാവിൻ്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവികമായ പ്രൈസ് ദി ലോർഡ് ഒരു വിധി, ഹല്ലേലൂയ, അത് നീതിയുടെ വിധി എനിക്ക് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ലഭിക്കും. അതേതാണ് യഥാർത്ഥ നീതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജഡ്ജി, എൻ്റെ ന്യായാധിപൻ നീതിമാനാ, അവനിൽ നിന്ന് എനിക്ക് ആ നീതി ലഭിക്കും. 2, ആ നീതി എനിക്ക് തൃപ്തി തരുന്ന നീതിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അവനിൽ ഹല്ലേലൂയ ശൗലിനോട് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് ഹല്ലേലൂയ അവങ്കിൽ നിന്ന് ഉള്ള വിധി എന്നെ തൃപ്തനാക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു മേഖല ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം സമ്പത്ത് കൊണ്ട് വയറ് നിറച്ച് ദുഷ്ടത കൊണ്ട് വകഞ്ഞുണ്ടാക്കി പോകുന്ന ഒരു കൂട്ടം ജനം നിൽക്കുമ്പോൾ നീതിമാനായ ഒരു മനുഷ്യൻ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ഒരു ദിവസം ഉണരും. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമി അവസാനമല്ല. പ്രൈസ് ദി ലോർഡ്. നിത്യത ഒന്നെന്നുള്ളതുണ്ട്. ഞാൻ അവനെ പോലെ ആ ലൈക്ക്നെസ്സിലേക്ക്, അവൻ്റെ രൂപത്തിലേക്ക് ഞാൻ മാറും. അവനോടൊത്ത് ഞാൻ ജീവിക്കും. അതെന്നെ തൃപ്തിയുള്ളവനാക്കും. ഞാൻ സംതൃപ്തനാകും. ഈ 2 മേഖലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, തൃപ്തി തരുന്ന ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ എല്ലാ മേഖലകളിലും, ശാരീരിക മേഖലയിൽ, ആത്മീക മേഖലകളിൽ, ഹല്ലേലൂയ ഭൗതിക മേഖലകളിൽ ഈ ഭൂമിയിൽ തൃപ്തിയോടെ ജീവിക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ ദൈവമക്കളെ, അവൻ തൃപ്തി തരുന്ന ദൈവമാണ്. തൃപ്തി തരുന്ന ദൈവ. തൃപ്തി കൊണ്ട് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ മേഖലയിലേക്ക് ജനത്തെ നടത്തട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, തൃപ്തിയില്ലാതെ ലോകത്തിൽ നടക്കുന്ന അനേകരുണ്ട്. അവരെ പോലെ അല്ലപ്പാ, അങ്ങ് തൃപ്തി കൊടുത്ത് ജനത്തെ അനുഗ്രഹിക്കണം. അങ്ങയിലേക്ക് വരുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് തൃപ്തിയെങ്കിൽ അത് ഞങ്ങൾക്കൊക്കെ തരണമേ. ആ അനുഗ്രഹത്തിൽ ജീവിക്കണമേ. അതെ, എല്ലാ ദിവസവും ഉണരുമ്പോൾ ആ മുഖം കണ്ട് തൃപ്തിയോടെ ഉണർന്ന് ഈ ഭൂമിയിൽ എന്നും തൃപ്തിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മാത്രമല്ലപ്പാ, നിത്യതയിൽ നിത്യകാലം ജീവിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിലെ ഹല്ലേലൂയ തൃപ്തിയില്ലാത്തത് ഹല്ലേലൂയ കണ്ണു മയക്കുകയല്ല,
അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന തൃപ്തിയുള്ള ജീവിതത്തെ, അങ്ങയുമായി ഹല്ലേലൂയ സ്തോത്രം അനുരൂപമാകുന്ന ജീവിതത്തെ ഹല്ലേലൂയ കണ്ടു ജീവിപ്പാൻ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. ആ പ്രത്യാശയും ഹല്ലേലൂയ വചനം കേൾക്കുന്ന ജനത്തിനു കൊടുത്തനുഗ്രഹിച്ച് കർത്താവ് സഹായിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.